അടുത്ത FIB മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫയർ എഞ്ചിൻ തപ്പി നടന്ന എൻ്റെ മുന്നിലേക്ക് ഒരാൾ കയറി വന്നു. അയാളെയാണ് നമ്മൾ കാണുന്നത്, ഒരു ചേച്ചി, റോഡ് സൈഡിൽ ഒരു ചേച്ചി. അപ്പോൾ ഞാനും വിചാരിച്ചത് നമ്മളെല്ലാവരെയും എല്ലാവട്ടം കൊല്ലുന്നതാണ്. അപ്പം മൈക്കിളേട്ടൻ പറഞ്ഞ ഫയർ എഞ്ചിൻ എന്നിട്ട് തപ്പാൻ ഒരു സഹായം ചോദിച്ചല്ലേ കൊണ്ടെത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ ബൈക്കിൽ കയറ്റി യാത്ര തുടങ്ങി. ബൈക്കിൽ കയറ്റി മുന്നോട്ടിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരുപാട് ദൂരം പോകാനുണ്ട്. പുള്ളിക്കാരിയുടെ ലവറിൻ്റെ അടുത്തേക്കാണ് എത്തിക്കേണ്ടത്. ലവർ ഏതോ മലമണ്ടയിൽ ഏതോ സെക്യൂരിറ്റി ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ വണ്ടി കയറി തുടങ്ങിയ തൊല്ലയാണ് ഈ പെണ്ണുകൾ. എന്തൊരു ശല്യം എന്ന് വെച്ചാൽ ഈ പെണ്ണിൻ്റെ വായിൽ വല്ല ബ്ലാസ്റ്റർ ഒട്ടിച്ചാലോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. അവളുടെ ലവറിൻ്റെ കേസും അവളുടെ ജീവിത സാഹചര്യവും അതും ഇത് ലവറിനെ കണ്ടിട്ട് കുറേ കാലമായി. അതിനിടയ്ക്ക് അവളെ ലവർ വിളിക്കുന്നു, ആരുടെ കൂടെയാണ് വരുന്നത്, ആരാവൻ ഏതാവൻ എന്ന് പറഞ്ഞാൽ എന്നാ തെറി വിളിക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്ന പുള്ളി ഉദ്ദേശിക്കുന്ന ആളല്ല, ഞാൻ ജസ്റ്റ് ലിഫ്റ്റ് കൊടുത്തതാണെന്ന് ഞാൻ പറയേണ്ടി വന്ന്. അങ്ങനെ ഒരു ലോഡ് കാര്യങ്ങളും അതിനിടയ്ക്ക് പുള്ളിക്കാരി കിടന്നുറങ്ങുകയും ചെയ്തു. അങ്ങനെ ഒരു വിധത്തിൽ സംസാരിച്ച് വീർപ്പ് മുട്ടിച്ച് ഓടിത്തള്ളി ചത്ത് കുഴഞ്ഞ് ഉള്ള മല മൊത്തം വലിഞ്ഞു കയറി ഞാനെന്ത് ചെയ്തു, പുള്ളിക്കാരനെ ഏകദേശം പുള്ളിക്കാരിൻ്റെ ചെറുക്കനെടുത്ത് എത്തിച്ചു. അപ്പം അഴിമില്ല ഓടി കൈ പൊക്കി കാണിക്കുന്നു. അവൻ അവിടെ നിന്ന് ആദ്യം നടന്നു വന്നു, പിന്നീട് അവൻ്റെ നടത്ത ഓട്ടമായി ഓടി വന്ന് ഈ പാവം പിടിച്ച് എന്നെ വലിച്ച് വണ്ടിയും താഴ്ത്തി അടിച്ച്. പോരാത്തതിന് റേഷ്യൽ അബ്യൂസ് വേറെ, ഞാൻ കാണാൻ കൊള്ളൂല. ഓരേ ഒരു 10 മിനിറ്റ് ക്ഷമിച്ച് പൊട്ടേന്ന് വെച്ച് പിന്നെ തനി കുണഞ്ഞ പുറത്തെടുത്ത് അടിച്ച് അവൻ്റെ സിൽവർ ഞാൻ ഇളക്കി. അടിച്ചിളക്കും. പ്രശ്നം എന്താ വെച്ചാൽ അതിനിടയിലുള്ളൊരു തൊഴിയിൽ ചെറുക്കൻ തട്ടിപ്പോയി. എന്നെ ഇങ്ങോട്ട് വന്ന് മാന്തിയതാണ്. ഞാൻ കൊന്നില്ല, എന്നെ കൊല്ലും. എല്ലാവട്ടും കൊല്ലും അല്ലേ ഒരു പെണ്ണിനെ സഹായിക്കാമെന്ന് പറഞ്ഞ് തുടങ്ങിയാണ്. എന്നിട്ട് എൻ്റെ ഇങ്ങനൊരു മർഡറിൻ്റെ തലയിലായപ്പോൾ നൈസിന് ഇതാണ്ട് പുറകോട്ടൊന്ന് തിരിഞ്ഞ് നോക്കിയിട്ട് ഒറ്റ ഓട്ടം ഓടി പുള്ളിക്കാരി. പുറകെ പോയി. വെറുതെ ഇരുന്ന് എന്നെക്കൊണ്ട് ഇത്രയും വലിയ കുഴി ചാടിച്ചിട്ട് അങ്ങനെ വെറുതെ ഇടാൻ പറ്റുമോ? അങ്ങനെ ഞാൻ പോയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി. ദൃക്സാക്ഷിയാണല്ലോ. അപ്പോൾ പെങ്ങളെ ഇങ്ങനെയൊന്നും ചെയ്യരുത്, നമുക്ക് ജീവിക്കേണ്ടതല്ലേ, ഇത് കണ്ടില്ല എന്ന് പറഞ്ഞ് പോവാം. അപ്പോൾ പുള്ളിക്കാർ കേട്ട ഭാവം നടിക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചേരം ആലോചിച്ചിട്ട് എൻ്റെ ഉള്ളിലെ സൈക്കോ പുറത്തു വന്നു. സംസാരിച്ച് നോക്കിയിട്ട് കേൾക്കണ്ടേ? അപ്പോൾ അതൊക്കെ എന്ത് ചെയ്തു, ഒരു ഗ്രനേഡ് എടുത്തിട്ട് കാലിന് മൂട്ടിട്ടിട്ട് ഒറ്റ ഓട്ടം തെറിച്ച് വന്ന് കിടക്കണം. പോരാത്തൊരു സിംഗിൾ സ്റ്റാറും കിട്ടി. അപ്പോൾ ഈ ചത്ത കാമുകൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സെക്യൂരിറ്റിക്കാരൻ ആ കൊളീഗിനെ വഴിയെടുത്ത് പട്ടീനെ തല്ലിക്കൊന്ന പനങ്ങാണ്ടിരുന്നവൻ ഒരു പെങ്കൊച്ചിനെ നേർക്ക് കൈ എത്തിയപ്പോൾ ഒരു പെങ്കൊച്ചിനെ കയറി തട്ടിയപ്പോൾ വന്നേക്കാന്ന് ചോദിക്കാൻ. അങ്ങനെ ഡബിൾ സ്റ്റാറായി, പോലീസായി. അവനെയും തീർത്ത് പോലീസിനെ കയറ്റി. അപ്പം പോലീസിനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഇപ്പോൾ വെറുതെ ഒരു പോലീസിൻ്റെ ചോരയും കൂടെ ആക്കണ്ട, വന്ന് ഗേറ്റ് തുറന്ന ഗേറ്റ് അടക്കാൻ ഞാൻ പറക്കും വിചാരിച്ച് തുറന്ന് വന്ന് ഇതേ പോകും പറന്നു എയറിലെ. പിന്നെ എന്താണ്, ഒരു ഫയർ എഞ്ചിൻ തപ്പണമെങ്കിൽ ഇനിയിപ്പോൾ ഒരു പോലീസിനെ ഒഴിവാകണം. അങ്ങനെ ചെയ്സ് കുന്നിറങ്ങുന്നു, മല ഇറങ്ങുന്നു, പോലീസ് പുറകെ വരുന്നു, വെട്ടുന്നു, തിരിയുന്നു. പോലീസ് നൂറാനുള്ള എല്ലാവിധ വഴി നോക്കി നൈസിനൊരൊറ്റ സഡൻ ബ്രേക്കും കിട്ടി. ഇതേ പോകണം പോലീസ് ടാക്കിൾ ചെയ്ത് സ്മൂത്തായിട്ട് മല തിരിച്ച് കയറി ഒരു സ്ഥലത്ത് ഇടിക്കാതെ പോകണം. ഇടിച്ച് കഴിഞ്ഞാൽ അപ്പം ഇമാർ പുറകെ വരും. അങ്ങനെ ഒരു വിധത്തിൽ അവിടെ നിന്ന് കഴിച്ചിലായി. ഈ പറയുന്ന വാണ്ടഡ് ലിസ്റ്റിൽ നിന്നും ഇറങ്ങി പതുക്കെ എന്ത് ചെയ്ത് ഒരു ഫയർ എഞ്ചിൻ തപ്പി പിന്നെയും യാത്ര തുടർന്നു. അപ്പോൾ ഫയർ എഞ്ചിനായിട്ടുള്ള നെക്സ്റ്റ് മിഷൻ്റെ വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് ലോൺ വോൾഫ് ഗെയിമിംഗ് സൈനിങ് ഓഫ്.